വിദ്യാഭ്യാസ മന്ത്രി മുത്താണ്. അടിപൊളിയാണ് സാറ്. അബ്ദുൾ റബ്ബിന്റെ കാലത്ത് പഠിക്കേണ്ടി വന്ന ഗതികേടുള്ള വ്യക്തിയാണ് ഞാൻ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവാത്മകരമായ മാറ്റങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി നടപ്പിലാക്കിയത്. അതിലെന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ ഇടയില്ല. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് മറ്റൊന്നാണ്. വി ശിവൻകുട്ടിയുടെ ഭരണകാലത്ത് സ്കൂളുകളിൽ പഠിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇവിടുത്തെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വി ഡി സതീശനാണോ വി ശിവൻകുട്ടിയാണോ ശരിയെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അയ്യോ, നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ചെയ്യുന്നത് പോലെ വേറൊരാൾ അതൊന്നും ചെയ്യില്ല. അദ്ദേഹം നന്നായിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. അബ്ദുൾ റബ്ബിന്റെ കാലത്ത് പഠിക്കേണ്ടി വന്ന ഗതികേടുള്ള വ്യക്തിയാണ് ഞാൻ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഈ പാഠപുസ്തകം വിതരണം ചെയ്യുന്നത് ഒരു കഴിവ് തന്നെയാണ്. അപ്പം അത് മുമ്പ് ഫോട്ടോ കോപ്പി എടുത്ത് പഠിച്ചിരുന്ന കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അതിനു മുമ്പേ ടെക്സ്റ്റും യൂണിഫോമും ഇട്ട് കോളേജ് എല്ലാം സ്കൂളിലൊക്കെ പോകുന്നത് ഒരു എന്താ പറയുക, ഒരു നല്ല കാര്യമാണ്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾ അതിനുള്ള ഭാഗ്യം ഉണ്ടായി. നമ്മളെ കാലത്ത് അത് പറ്റിയില്ല. ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും ഒരു വിദ്യാർത്ഥി പോലും പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ടൂർ പോകാതിരിക്കരുത്, അങ്ങനത്തെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കരകൗശല ടാലൻറ്റുകളും എല്ലാം വളർത്തുന്ന ഒരു സർക്കാരാണ് ഈ വന്നിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ബിൽഡിങ്ങുകൾ, നല്ല ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂംസ്, പിന്നെന്താ ഉച്ചഭക്ഷണ രീതി. ഉച്ചഭക്ഷണ രീതിയിൽ വലിയ മാറ്റമല്ലേ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ എന്താ അതെ 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 തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. അവരുടെ ഏറ്റവും ലക്കി ആയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ഇതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുമ്പോൾ പഠിക്കാൻ കഴിയുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ മന്ത്രി മുത്താണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതായാലും ഒരു കുട്ടി പോലും സ്കൂൾ തുറന്നിട്ട് ഒരുപാട് ഞാനൊക്കെ മാസങ്ങൾ വെയിറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. 3, 4 പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരു കുട്ടിയൊക്കെ പോയിട്ടുള്ളൂ അതിനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വിനോദയാത്ര പോകുമ്പോഴത്തേന് എല്ലാ കുട്ടിയെയും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞൊക്കെ വളരെ നല്ല രീതിയാണ്. അതുപോലെ തന്നെ സ്പോർട്സിന്, ആർട്സിന് എല്ലാത്തിനും വിദ്യാഭ്യാസ മന്ത്രി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കലോത്സവത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടാണ് ഒരു കുട്ടിക്ക് കലോത്സവത്തിന് ഓൺലൈനായിട്ടൊക്കെ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുത്ത്. ഇതൊന്നും മറ്റൊരു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നും അവസരങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഏതൊരു കുട്ടീൻ്റെയും പ്രശ്നം കണ്ടറിഞ്ഞ് അതിനുള്ളൊരു സൊല്യൂഷൻ എല്ലാ കുട്ടികളെയും എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ രീതിയിലായാലും മറ്റെല്ലാ കാര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്ര മികച്ച രീതിയിൽ ഇന്ന് കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണക്കാരൻ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. സാറ് അടിപൊളിയാണ് സാറ്. കാരണം കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ സാറിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സാർ അടിപൊളിയാണ്. സാറ് വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങളിപ്പോൾ വന്നത്. ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരിപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്ര മാർക്ക് നിന്ന് ജയിപ്പിക്കുക അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ കുറേ കൂടെ സ്ട്രിക്റ്റ് ആക്കിയില്ലേ. നമ്മുടെ പണ്ട് പഠിച്ചതുപോലെ ആയി 10ാം ക്ലാസ്സൊക്കെ പഠിച്ച് സ്ട്രിക്റ്റ് ആക്കി വരേണ്ട. സാർ നല്ലതാണ്. വി ഡി സതീശൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പരാമർശത്തിൽ എന്താണ് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നിലപാടില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കണം അവർക്ക്. ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും അതിനൊരു അഗെയിൻസ്റ്റ് പറയുക, എങ്ങനെയെങ്കിലും അതിനൊരു തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടായിരിക്കണമല്ലോ. അതേ വി ഡി സതീശ അന്ന് കലോത്സവ വേദിയിൽ ഗുഡ് ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് നല്ല ബോധ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം അത് മാറ്റി പറയുന്നു. പക്ഷെ കുട്ടികൾക്കറിയാം അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ള കാര്യം. അതിനുള്ള മറുപടി ശിവൻകുട്ടി തന്നെ മാറ്റി പറയിച്ചിട്ടുണ്ടല്ലോ. വി ഡി സതീശനെ കൊണ്ട് തന്നെ അടുത്ത ഇപ്പം ആർട്സിനല്ലേ, ആർട്സിനെ മാറ്റി പറയിച്ച് ശിവൻകുട്ടി അത് തന്നെ തെളിയിച്ച് കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറാവൂ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നമ്മളത് തെറ്റില്ലേ. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് വിചാരിച്ചാൽ മതി. പുള്ളിക്കാരന് അതിനുള്ള വിലയിരുത്താനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ അത്ര നമ്മൾ കണ്ടാൽ മതി. അപ്പം അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ കലോത്സവ വേദി എന്നിട്ടും പറഞ്ഞത് ഗുഡ് ഗവേണൻസിന് പുള്ളിക്ക് മറ്റൊരു കുട്ടിക്ക് വരച്ച് അത് ഓൺലൈനായിട്ട് മത്സരിക്കാൻ കൊടുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് പുള്ളി തന്നെയാണ് നന്ദി പറഞ്ഞത്. അപ്പം പുള്ളിക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് എപ്പോഴും ഉള്ളതാണ്.